ഇന്ത്യയിലെ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ, പ്രത്യേകിച്ച് ഡൽഹി ബേസ്ഡ്, ബോംബെയിലും ഉണ്ട്, അതായത് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്. ഇതെല്ലാം ബേസിക്കലി ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ BJP-യോടും പ്രത്യേകിച്ച് മോദിയോടും വലിയ രീതിയിൽ അടുപ്പമുള്ള, അവർക്ക് വേണ്ടി തന്നെ വാർത്തകൾ സൃഷ്ടിക്കുകയും ഉണ്ടാക്കുകയും അതനുസരിച്ച് അജണ്ടയായിട്ട് ഫിക്സ് ചെയ്ത് എഡിറ്റോറിയൽ നടത്തുകയും ചെയ്യുന്ന ചാനലുകളാണ്. അത് ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾക്കിത് അറിയാവുന്ന വസ്തുതയാണ്. എല്ലാം പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവായിട്ട് മോദിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിനെയും അതിനെ തിരിച്ച് വളച്ച് മോദിക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയെടുക്കുക. ഈ രീതിയിൽ 2014 മുതൽ അതിനുശേഷം ഇടഞ്ഞു നിന്ന ചില ചാനലുണ്ട്, അവരും പ്രോ മോദിയായി. അതിൻ്റെ അകത്ത് ഒരു ചാനൽ മാത്രമാണ് പ്രശ്നമുണ്ടാക്കി മോദിക്കെതിരെ ക്രിറ്റിസിസവും ഒരു ഫെയർ ആയിട്ട് എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, NDTV. അത് ഗ്രാജുവലി അതിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ എടുത്തിരുന്ന സ്റ്റേക്കുകളും ഷെയറും അത് അദാനിക്ക് കൈമാറി. അത് മോദിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ അദാനി അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഡൽഹിയിലെ മീഡിയ സർക്കിളിനകത്ത് ഉണ്ടാകുന്നൊരു സംസാരമാണ് ഇന്നലെ അർണബ് ഗോസ്വാമിയുടെ വായിൽ നിന്ന് വന്നു. കാരണം രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിക്ക് 2 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ, ഒന്ന് പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവർ. അപ്പം അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഹിരൺ ജോഷി എന്ന് പറഞ്ഞ ഒരു സീനിയർ ഓഫീസറുണ്ട്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. അപ്പം അയാളാണ് ഇത് മാനേജ് ചെയ്തുകൊണ്ട് മോദിക്ക് അനുകൂലമായിട്ട് ഈ സംഭവങ്ങളെല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം അയാൾ അവിടെ ജോലി ഉണ്ടെന്ന് മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്ത തെറ്റ. ഹീസ് കണ്ടിന്യൂ ഇൻ PMO. പക്ഷേ ഇൻട്രസ്റ്റിംഗ് പാർട്ട് അതൊന്നുമല്ല. ഗോദി മീഡിയയുടെ പ്രധാന അമരക്കാരനായ അർണബ് ഗോസ്വാമി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും മോദി ഗവൺമെന്റിന് മറ്റുള്ള മന്ത്രിമാർക്കെതിരെയും ശക്തമായ രീതിയിൽ വായിന്നറിയാതെ പലതും അങ്ങ് പറഞ്ഞുപോയി. ലൈവായിട്ട് അറിഞ്ഞോ അറിയാതെ പറഞ്ഞുപോയി. പക്ഷേ ഈ സംഭവം സംഭവിച്ചു ഇന്നലെ ഇൻഡിഗോവുമായി ബന്ധപ്പെട്ട ലൈവ് പ്രോഗ്രാമിനകത്തും വെബ്സൈറ്റിലും അതേപോലെ അവരുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കയറിയൊക്കെ വൈറലായി. മനസ്സിലാക്കേണ്ട, രാഹുൽ ഗാന്ധി വളരെ കാലം മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് പല കമ്പനികളും മൊണോപോളിയുള്ള രീതിയിലാണ് പലതും മോദി ഗവൺമെൻറ് വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോദി അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചു, ഡിനൈ ചെയ്തു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ മൊണോപോളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അവസരം കൊടുക്കുക, ആ രീതിയിൽ പല ആവർത്തി പറഞ്ഞു. അതേ രാഹുൽ ഗാന്ധിയുടെ കമൻറ്റ് ഏറ്റെടുത്ത് അർണബ് ഗോസ്വാമി ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് കൊടുത്തു. അതായത് മോദി ഗവൺമെൻറ് മൊണോപോളിയെ എൻകറേജ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇൻഡിഗോ പ്രശ്നം ഉണ്ടായതും കഴിവുകെട്ട ഒരു മന്ത്രിയാണത് ഭരിക്കുന്നതും, അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മോദിക്ക് താല്പര്യമില്ല, ഭയമാണ്, അതുകൊണ്ടാണ് ഇത്രമാത്രം പാസഞ്ചേഴ്സ് പല എയർപോർട്ടുകളിലും പ്രശ്നങ്ങളുണ്ടായെന്നൊക്കെ പറഞ്ഞ് വെച്ചങ്ങ് അടിച്ചു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞു. അതോടുകൂടിയാണ് ഇത് എക്സ്പോസായി മാറിയത്. പല ചാനലിനും, അതായത് ഗവൺമെൻറ് പണം കൊടുക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, പലയിടത്തുനിന്നും പലരുടെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് ഈ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിടികിട്ടിയോ? ബേസിക്കലി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫോറിൻ ഡിഗ്നിറ്റീസോ രാഷ്ട്രപതിയോ അതല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒക്കെ വരുമ്പോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇൻ്റർവ്യൂ, ഇതാണ് ഏകദേശം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ചായിട്ട് രാഹുൽ കൻവാൽ, അതായത് അവിടുത്തെ കൺസൾട്ടിങ് എഡിറ്റർ മാത്രമാണ് രാജ്ദീപ് സർദേശായി. അരുൺ പുരിയുടെയാണ് ഈ ചാനൽ ഇന്ത്യ ടുഡേ ഓണം, അതായത് ഇന്ത്യ ടുഡേ. നേരത്തെ മാഗസിൻ്റെ പേരായിരുന്നു ഹെഡ്ലൈൻസ് ടുഡേ, മാറ്റിയത് ഇന്ത്യ ടുഡേ ആക്കി. ഇത് പറയുമ്പോൾ എന്താ ഇതിൻ്റെ കാരണം? ഇന്ത്യ ടുഡേയുടെ 2 ജേർണലിസ്റ്റുകൾ, പെൺകുട്ടികൾ സ്ത്രീകൾ, അവർ മോസ്കോയിൽ പോയി വ്ളാദിമിർ പുടിൻ്റെ ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവായിട്ട് അങ്ങ് എടുക്കുന്നു.
ബേസിക്കലി ഇത് അർണബ് ഗോസ്വാമി ചെയ്യേണ്ട സംഭവമാണ്. അപ്പം അതിനകത്ത് ഇപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടാതെ, ഇന്ത്യ ഗവൺമെന്റ് ഇടപെടാതെ ഇന്ത്യയിലേക്ക് വരുന്ന വ്ളാദിമിർ പുടിൻ്റെ ഇന്റർവ്യൂ ഇവർക്ക് കിട്ടത്തില്ല. 100% ആണ്. അതായത് അരുൺ പുരിയുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ബന്ധമാണ് അതിൻ്റെ കാരണം. കാരണം അവരും ഇറങ്ങി കളിക്കാൻ തുടങ്ങി. കാരണം അവരും മോദിക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർക്കായിക്കൂടാ? അപ്പം അവരുടെ ഒരു സീനിയർ സ്റ്റാഫായിരുന്നു രാഹുൽ കൻവാൽ. അയാൾ NDTVയിലോട്ട് പോയി. അയാൾക്ക് മോദിയുമായിട്ട് രാഹുലിൻ്റെ ബന്ധം അർണബിനേക്കാളും കൂടുതലാണ്. ഇതാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കുന്നു, സ്പോൺസർഷിപ്പ്, അതായത് അദാനിയുടെ ചാനലിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, ഇവന്റുകൾ വരുന്നു. ഈ പറയുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സും സീനിയർ ഒഫീഷ്യൽസും വരുന്നില്ല. അവരൊക്കെ രാഹുൽ കൻവലിന്റെ ചാനലിലും ഇന്ത്യ ടുഡേയിലോട്ടും പോകുന്നു. അടുത്തത് ഓപ്പണായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും. എന്താ ഇതുണ്ടാകാൻ കാരണം? ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അർണബ് ഗോസ്വാമി മോദിയേക്കാളും കൂടുതൽ താല്പര്യം RSSനോടങ്ങ് കാണിച്ചു. അപ്പൊ RSSന്റെ അജണ്ട പല ആവർത്തി അത് മോദിക്കെതിരായിട്ടാണ് വരുന്നത്. അപ്പൊ RSSന് ഒരു കാരണവശാലും താല്പര്യമില്ലായിരുന്നു ലഡാക്കിലെ സോനം വാങ്ചുവിനെ അറസ്റ്റ് ചെയ്യാൻ. കാരണം അയാൾ RSSുമായിട്ട് നാഷണൽ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അയാളെ അമിത്ഷാ അവിടുത്തെ സെൻട്രൽ ഫോഴ്സിനെ വിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അന്ന് അർണബ് ഗോസ്വാമിയുടെ റൈറ്റ് ഹാൻഡൊക്കെ ആയിട്ടിരുന്ന ബക്ഷിയും ഇവരും എല്ലാം ഇതിനെ എതിർക്കുന്നു. അതായത് പ്രത്യക്ഷമായിട്ട് അർണബ് ഗോസ്വാമി RSSന് അനുകൂലമായ അജണ്ടകളും മോദിയെ അതിനകത്ത് താഴ്ത്തി കെട്ടാനും അങ്ങ് ശ്രമിച്ചു. ഇത് ചാനൽ ശരിക്കും വായിക്കുന്നവർ, അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ 2014 മോദി അധികാരത്തിൽ കൊണ്ടുവന്നതിൻ്റെ പ്രധാന സൂത്രധാരകൻ ഈ പറയുന്ന അർണബ് ഗോസ്വാമി തന്നെയാണ്. ടൈംസ് നൗ കൂടെ ഈ പറഞ്ഞ NDA ഗവൺമെന്റിനെതിരെ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അടിച്ച് വിട്ട് മോദിയെ വലിയ സംഭവമാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഇയാൾ സ്ഥിരമായിട്ട് പല ആൾക്കാരോടും പറയും മോദിയെ സൃഷ്ടിച്ചത് ഇയാളാണ്, മോദിക്ക് താല്പര്യമേ ഇല്ല അങ്ങനെ ഒരാൾ കയറി അയാളെ ക്ലെയിം ചെയ്യാൻ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പം മോദിയുടെ ഇഷ്ട കക്ഷിയായിരുന്നു ഈ ഗോസ്വാമി, റിപ്പബ്ലിക് ചാനലും മറ്റുള്ളവരൊക്കെ തന്നെ. പക്ഷെ മോദിക്ക് ഈ സംഭവം പിടികിട്ടി. RSSനെ മുന്നിൽ വെച്ച് ഈ ചാനൽ RSS ഈ ചാനലിനെ മുന്നിൽ വെച്ച് ഗെയിം കളിക്കുന്നു. അതിനെപ്പറ്റി പല ഹിന്ദി ചാനലും ആ ഒരു രീതിയിലോട്ട് പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രാഹുൽ കൻവാൽ, മോദിയുമായിട്ട് അടുത്ത കക്ഷി, മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഡാനിയുടെ ചാനലിൻ്റെ ഹെഡായിട്ട് കൊണ്ടുവരുന്നു. പിന്നീട് ഗെയിം അങ്ങ് മാറ്റുക. NDTVയുടെ അത് രണ്ടാമത്തെ ലോഞ്ചിങ് രാഹുൽ വന്ന ശേഷം ഇതിനകത്ത് ഈ ചാനലിനകത്ത് അർണബ് ഗോസ്വാമിയുടെ കൂടെ റൈറ്റ് ഹാൻഡായിട്ട് വർക്ക് ചെയ്ത പലരെ അങ്ങ് വിളിച്ചു. അതായത് ഇതേപോലെ മോദി അജണ്ട ഫിക്സ് ചെയ്യുന്ന പല ആൾക്കാരെ ആ ചാനലിലോട്ട് അങ്ങ് കൊണ്ടുപോയി. പല ആൾക്കാരെ, സീനിയർ ആയിട്ടുള്ള പല ആൾക്കാരെ അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് RSSന് മോദിക്ക് അനുകൂലമാക്കി, RSSന് അത്ര അനുകൂലമല്ല, പ്രതികൂലമാക്കി. എന്ത് ഗെയിം അർണബ് ഗോസ്വാമി എടുക്കുന്നു അതിനെതിരായിട്ടുള്ള സംഭവം പിച്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ ടുഡേക്കകത്തും ഈ പറയുന്ന മോദി അനുകൂലികളെ അവിടുന്ന് കൊണ്ടുപോയി രാഹുൽ കൻവാൽ ഈ ചാനലിൽ കൊണ്ടുവന്നു. കംപ്ലീറ്റ് ആയിട്ട് ആരൊക്കെയാണ് മോദിയെ എതിർക്കുന്നത് അതിനെതിരെ പിച്ച് ചെയ്യാനും അവർ തീരുമാനിച്ചു. BJPക്കകത്തും ഈ പറയുന്ന RSSൻ്റെ അകത്ത്. RSSനെ ആ സമയത്ത് ഒതുക്കുക എന്ന് മാത്രമാണ്. കാരണം RSSനെ ഹൈലൈറ്റ് കൊണ്ട് അവരുടെ അജണ്ട കൊണ്ടുവരാനും RSS നിശ്ചയിക്കുന്ന ഒരാളെ, അതായത് യോഗി ആദിത്യനാഥിനെ അടുത്ത BJPയുടെ നാഷണൽ പ്രസിഡന്റ് ആക്കാനുള്ള ഗെയിമുകളൊക്കെ നടത്തും. അതിൻ്റെ പേര് ഇത്രയും നാളായിട്ട് BJPക്ക് നാഷണൽ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പം ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ഉണ്ട്, അസംബ്ലി ഇലക്ഷൻ, കേരളം, തമിഴ്നാടും ബംഗാളും, അതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടാകും. അപ്പം അതിനെ ഡീറെയിൽ ചെയ്യുക. മനസ്സിലാക്കുക, ഈ ചാനലിലൊക്കെ ഹിന്ദി ചാനലും ഉണ്ട്. കാരണം നാഷണലായിട്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ രീതി പോകുന്ന ചാനലൊക്കെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഭ്രാന്തി പിടിച്ച് ഈ ഗോതി മീഡിയയിൽ ആൾക്കാർ തമ്മിലടിയായി. അതായത് ഈ
NDTVക്ക് രാഹുൽ വന്ന ശേഷം വലിയൊരു പ്രോഗ്രാം നടത്തി, ഇവന്റ് നടത്തി, മറ്റേ മണ്ഡപം G20 നടത്തിയെടുത്തു. അതിനകത്ത് മോദി ഗവൺമെൻറ് സീനിയർ മന്ത്രിമാരും എല്ലാ മോദിയായിട്ട് അടുപ്പമുള്ള ബിസിനസ്സുകാരും മുഴുവൻ അതിൻ്റെ അകത്ത് പങ്കെടുത്തു. ഇവരൊക്കെ വലിയ രീതിയിൽ NDTVയിലെ സ്പോൺസേഴ്സായിട്ട് വരികയും ചെയ്തു. കാരണം ക്രൈസിസിലായിരുന്നു ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനൽ. അതും മോദി അത് നികത്തി അങ്ങ് കൊടുത്തു. ശരിക്കും സ്പോൺസേഴ്സും പരിപാടികളും ആൾക്കാരും അതേപോലെ തന്നെ പുട്ടിൻ്റെ ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ അത് കയറി വരികയും ചെയ്യും. ഇതിലടി കിട്ടി അർണബിന് മനസ്സിലായി ഇനി മോദി ഈ പറയുന്ന പോലെ എക്സ്ക്ലൂസീവായിട്ട് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കിലൊന്നും വലുതായിട്ട് കാണത്തില്ല. ചിലപ്പോൾ ഇതിൽ പേരിനെ വരത്തുള്ളൂ. കാരണം ആ രീതി വളരാൻ ഇനി മോദിയെ സമ്മതിക്കത്തില്ല. കാരണം RSSും മോദി ഈ പറയുന്ന പഴയ ബന്ധമൊന്നുമല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് മോദി പല ആവർത്തി RSSന് അനുകൂലമായിട്ട് പ്രസംഗമൊക്കെ ചെയ്തത്. ഈ ബീഹാർ ഇലക്ഷനിൽ പോലും RSS അവരുടെ സീനിയറായിട്ടുള്ള പല ആൾക്കാരും മോദിയെ കാലുവാരാനൊക്കെ ശ്രമിച്ചു. പക്ഷെ മോദിയുടെ പോപ്പുലാരിറ്റിയും ഈ ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്ക് 10,000 രൂപ കൊടുത്ത പരിപാടികൾക്ക് വലിയ സക്സസ് ആയി. അങ്ങനെ അവിടെ കയറി വന്നു. അതായത് RSS വീണ്ടും സൈലൻ്റായി. അതായത് RSSനെ വെച്ച് ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള അർണബ് ഗോസ്വാമിയുടെ സംഭവത്തെ മോദി ഒതുക്കിയ വഴി കണ്ടോണം. ഇന്ത്യ ടുഡേ ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നു. രാഹുൽ കൻവൽ മുതൽ മറ്റുള്ള വലിയൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നു. അതായത് ഗോദി മീഡിയയ്ക്ക് അടിയങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വാശി പിടിച്ച ഗെയിമുകളായിരുന്നു ഡൽഹി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നു അതിനെ കൂളായിട്ട്, മറ്റൊരാൾ പറയുന്നു ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്നു. വലുതാണ് വലുതാണ് വലുതാണ്. ഗോസ്വാമിയുടെ വായും തന്നെ വന്നു ലൈവായിട്ട്. അതേപോലെ 4-കിട ചാനലിങ്ങനെ ഇൻ്റർവ്യൂ ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടും പലതും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് റിപ്പബ്ലിക് TV നിലനിൽക്കുന്നത്. അതുകൊണ്ട് മോദിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ റിപ്പബ്ലിക് TV മുന്നിൽ കാണും. ഓപ്പണായുള്ള കാര്യം മുഴുവൻ, അതായത് ഗോദി മീഡിയ തല്ലുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, മറ്റൊരു കാരണം ഉണ്ടായത് അമേരിക്ക ഇന്ത്യ റിലേഷൻഷിപ്പിൽ മോദി ഗവൺമെൻറ്റിന് ഇത് അമേരിക്കയുമായിട്ട് സംഭവം അങ്ങ് പാച്ചപ്പ് ചെയ്യുക. ആ സമയത്താണ് മറ്റേ തേജസ്സുമായിട്ടുള്ള അത് ക്രാഷ് ആവുന്നത്. നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് പിന്നെ ദേശീയ സംഭവങ്ങളോടെ ചേർത്ത് അർണബ് ഗോസ്വാമി സ്റ്റോറി അങ്ങ് അടിച്ചു. ഇഞ്ചിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് അമേരിക്കൻ ഇഞ്ചൻ വേണ്ട എന്ന രീതി. കാരണം അമേരിക്കയുടെ കാലെ പിടിച്ചിട്ടാണ് ഇഞ്ചൻ കൊണ്ടുവരുന്നത്. കാരണം പല സാങ്ഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ട്രംപിനെ തെറി വിളിക്കുന്ന രീതിയിലോട്ട് ഈ ചാനൽ പോയി കഴിയുമ്പോൾ മോദി തന്നെയാണ് തീരുമാനിച്ച് ഈ ചാനലിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാക്കി വെക്കുക. കാരണം വീണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ അമേരിക്കയെ തെറി വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രംപും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പിന്നെ മോദിയുമായിട്ട് അടുക്കത്തില്ല. അതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ നിന്നും പല BJPയുടെ സീനിയർ ലീഡേഴ്സ് അങ്ങ് ഡിസ്റ്റൻസായി. അതും വളരെ പ്രത്യക്ഷത്തിൽ മനസ്സിലായി. പിന്നീടാണ് ഈ ഇന്ത്യ ടുഡേ ആയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് രാഹുൽ കൻവലിൻ്റെ ചാനലിന് കൂടുതൽ പ്രാധാന്യം NDTV കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അർണബ് ഗോസ്വാമിക്ക് ശരിക്കും പിടികിട്ടി. അയാളെ മോദി തഴഞ്ഞു. മോദിക്ക് താല്പര്യമില്ല. മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ്. അതാണ് മോദിയുടെ ലക്ഷ്യം. അതായത് ഡൽഹി മീഡിയ, ഗോദി മീഡിയ അതിനകത്ത് ഇംഗ്ലീഷ് വേർഷൻ മോദിക്ക് അനുകൂലമാക്കുക. RSSനെ താങ്ങുന്നവരെ മോദി സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ മെസ്സേജ് മോദി കൊടുത്തു. അതിൻ്റെ പേരിലാണ് അർണബ് ഗോസ്വാമി ഇപ്പം മോദിയെ തെറി വിളിക്കാൻ തുടങ്ങിയത്. ഇനിയും വരാനുള്ള ദിവസം ഇതിൻ്റെ പൊടിപൂരമാണ് കാണാൻ പോകുന്നത്.